ചോട്ടു, നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഞാൻ സ്കൂളിൽ പോവാണ്. മാമ, ഇതെന്റെ പെറ്റ് മിക്കിയാണ്. വൈകുന്നേരം വരെ ഇതിനെ ഒന്ന് നോക്കിക്കൊള്ളാമോ പ്ലീസ്? മമ്മി പുറത്തു പോയിരിക്കുക. അതാ ഞാൻ മാമനോട് വന്ന് ചോദിച്ചേ. നീ ഇതിനെ കുറിച്ച് വിഷമിക്കണ്ട. നിന്റെ പെറ്റ് എന്റെയും പെറ്റല്ലേ. തരൂ, എനിക്ക് തരൂ. എന്റെ പഞ്ചാര മുത്തേ, എന്ത് നല്ല ഭംഗിയായതിന്. ഹലോ മിക്കി. ബൈ മാമ. പത്ലു, എലികള് പുല്ലൊക്കെ തിന്നാറുണ്ടോ? ആർക്കറിയാനാ, ഞാൻ ഇതുവരെ എലിയെ വളർത്തിയിട്ടൊന്നുമില്ല. പക്ഷേ എലികള് സമൂസകളൊന്നും കഴിക്കാതിരിക്കില്ല. വരൂ, ഇതിന് സമൂസ മേടിച്ചു കൊടുക്കാം. എലി പുല്ല് തിന്നുമോ ഇല്ലയോ, സമോസ തിന്നുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, പൂച്ച തീർച്ചയായും എലിയെ തിന്നും. ബോക്സർ ചേട്ടാ, നിങ്ങളുടെ കിറ്റിനെയും കൊണ്ട് പോയി ഇവിടുന്ന്, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ മിക്കിയെ തിന്നുകളയും. പൂച്ചയിൽ നിന്നും എലിയെ എത്ര നാൾ നിങ്ങൾക്ക് രക്ഷിക്കാനാകും? ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കിറ്റി നിങ്ങളുടെ മിക്കിയെ പിടിച്ചിരിക്കും. പത്ലു, എന്നാ പിന്നെ നമുക്ക് ആ ചായക്കടയിൽ പോയിട്ട് സമൂസ കഴിക്കാം അല്ലേ? അനങ്ങിപ്പോവരുത്. എന്റെ എലിക്കുട്ടന്റെ അടുത്ത് വരുന്നത് പോയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനെ നീ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ 2 കാലും വലിച്ചൂരി വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. മനസ്സിലായോ? ഓ പൂച്ച, ഇവിടുന്ന്. എന്താ പറഞ്ഞേ? നിങ്ങളെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കട്ടെ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. തമാശയോ? എനിക്കും തമാശ വലിയ ഇഷ്ടമാ. ഇനി ഞാനും കുറച്ച് തമാശ കാണിക്കാം. രക്ഷിക്കണേ. ഈ ആക്രാന്തം പിടിച്ച പൂച്ച ഇവിടെ എത്തിക്കഴിഞ്ഞു. മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പറ്റില്ലോ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ബൈ ബൈ കിട്ടി. ബൈ ബൈ. അത് നോക്ക്, അവൻ വീണ്ടും വന്നിരിക്കുന്നു. പൂച്ചേ. ഇങ്ങോട്ട് വന്ന നിന്റെ നല്ലതിനായിരിക്കില്ല. എങ്ങോട്ടേക്കെങ്കിലും ഓടിപ്പോയിക്കോ. അടുത്തേക്ക് വരരുത്. ദൂരെ പോ. സൂക്ഷിച്ചേ. എന്റെ വലിയേട്ടാ, ഒരു പൂച്ച ഞങ്ങളെ 3 പേരെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് അതിനെ അറസ്റ്റ് ചെയ്യാൻ നോക്ക്. എന്റെ അമ്മോ, പക്ഷെ അതിനെ പൂച്ചേനെ പിടിക്കാൻ ഞങ്ങളുടെ അടുത്ത് യാതൊരു നിയമവും ഇല്ല. എന്തായാലും ശരി, ഞാൻ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാം. വരൂ, കേറൂ. കേറ്. ചിങ്കം സാറേ, ഈ പൂച്ചയാണ്. കണ്ടില്ലേ അവന്റെ മുഖത്ത് ആ ഗുണ്ടായിസം? റോഡിന്റെ നടുവിൽ നിന്ന് വണ്ടി തടയുന്നത് കണ്ടില്ലേ? ഈ പൂച്ചയ്ക്ക് ഇപ്പൊ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. എന്റെ അമ്മോ, ഈ പൂച്ച
ഭയങ്കര അപകടകാരിയാണല്ലോ. സാറേ, ഇനി ഞങ്ങൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ, നമുക്ക് ഇവിടുന്ന് ഓടിപ്പോകാം. അത് കണ്ടോ, പൂച്ച എങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങോട്ട് വരുന്നെന്ന്. എന്റെ അമ്മോ, നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പോ. വേണ്ട, എന്റെ അമ്മോ, മമ്മി, ഡാഡി. ഞങ്ങളെ രക്ഷിക്കൂ. ഒരു പൂച്ച കാരണം ഞങ്ങൾക്ക് ജീവിക്കാനാവുന്നില്ലല്ലോ. ആ ചോട്ടുവിന്റെ ഈ മിക്കിയുടെ പുറകില് വിടാതെ കൂടിയിരിക്കാ പൂച്ച. പൊളിക്കടുത്തല്ലോ. പൂച്ചയെ ഓടിപ്പിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ദാ കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വന്നേ. വരൂ വരൂ, നിന്റെ എല്ലാ കണക്കുകളും ഇപ്പൊ തീർത്ത് തന്നേക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് അടുത്ത് വന്ന് നോക്ക്. എന്റെ ഡോഗ് ചേട്ടാ, സ്വതവേ പട്ടികളെ പൂച്ചകളെ ചേസ് ചെയ്യാറ്, അല്ലാതെ ഡോഗിനെ അല്ല. എന്തിനങ്ങനെ പട്ടികളുടെ പേരിന് ചീത്തപ്പേരുണ്ടാക്കുന്നേ? അവിടെ നിക്ക്, അതിനെ ഓടിക്ക്. പൊളിക്കടുത്തല്ലോ. നിങ്ങൾ എന്റെ ഡോഗിന്റെ കൂടെ കറങ്ങാണോ അതോ എന്റെ ഡോഗ് നിങ്ങളോടൊപ്പം കറങ്ങാണോ? എന്റെ നടു ഓടിഞ്ഞെന്നാ തോന്നുന്നേ. ഗസീറ്റാറാമേ, നിങ്ങളുടെ ഡോഗ് ഞങ്ങളെ വട്ടം കറക്കി. പൊളിക്കടുത്തല്ലോ. എനിക്ക് തോന്നുന്നു എന്റെ ഡോഗി ആ പൂച്ചനെ ഓടിച്ചു. നിങ്ങൾക്ക് സന്തോഷായില്ലേ? എന്റെ ഡോഗിക്ക് നല്ല ധൈര്യം ഉണ്ട് കേട്ടോ. ഇതിന് പൂച്ചയെ ഓടിപ്പിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടാളും ഇതിനൊരു വലിയ പാർട്ടി കൊടുക്കണം, അതിനോടൊപ്പം എനിക്കും. അതെ, ഇപ്പൊ തന്നെ ഇവൻ ഞങ്ങളെയൊക്കെ ഒരു പരുവത്തിലാക്കി ഇട്ടിരിക്കുക. നിനക്ക് പാർട്ടി വേണോ അല്ലേ? ഇനി ആ പൂച്ചയ്ക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചോട്ട് വരുന്നത് വരെ ഇങ്ങനെ കാറിൽ കറങ്ങിക്കൊണ്ടിരിക്കാം. അപ്പൊ ആ പൂച്ചയ്ക്ക് നമ്മുടെ പുറകിൽ വരാൻ കഴിയില്ല. ഇല്ല ഇല്ല, ഈ ശബ്ദം ഇപ്പൊ ഇത് എവിടുന്നാ കേൾക്കുന്നത്? നിനക്ക് തോന്നുന്നതാണ്, ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. ശബ്ദം വരുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അതെവിടെയാ ഇരിക്കുന്നത്? ഓട് പൂച്ചേ ഓട്, നീ കണ്ടം വഴിയോട്. ഓട് പൂച്ചേ ഓട്, നീ കണ്ടം വഴിയോട്. ഓട്ടോ, നീ ഇതും പാടിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ പ്രശ്നമാവും. ഈ പൂച്ചയ്ക്ക് ആരെയും ഒരു പേടിയും ഇല്ലല്ലോ. ഇങ്ങോട്ട് വരൂ എലിക്കുട്ട, ഇങ്ങോട്ട് വരൂ. ആ കള്ളപ്പൂച്ചയെ വിശ്വസിക്കാൻ പറ്റില്ല, അവൻ എപ്പ വേണേലും വരും. ഹലോ മിക്കി, എന്നെ വെറുതെ വിട്ടു. വെറുതെ വിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യും? ബൈ ദ വേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. പെട്ടെന്ന് പറ, വെറുതെ വിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യും? നമ്മള് വിഡ്ഢികളെ പോലെ ഇത്രയും നേരം കിടന്ന് ഓടി. ഇനി ഒരിക്കലും ആ പൂച്ച നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കില്ല. പൂച്ച നിങ്ങളെ ഒന്നും ചെയ്യില്ല. പക്ഷെ പൂച്ചയുടെ ഉടമസ്ഥൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ. നിങ്ങൾക്ക് ഓർക്കാൻ പോലും കഴിയില്ല. ഇതാ പിടിച്ചോ. രക്ഷിക്കണേ, മിക്കി രക്ഷിക്കണേ, മിക്കി രക്ഷിക്കണേ.
നിങ്ങളെ ഞാൻ വിടില്ല.